രാജ്യസഭയിലേക്ക് സുധാമൂർത്തിയുടെ പേര് നോമിനേറ്റ് ചെയ്യപ്പെട്ട കഴിഞ്ഞ ദിവസം ശിവരാത്രിയും ഒപ്പം അന്താരാഷ്ട്ര വനിതാ ദിനവും ഒന്നിച്ചു വന്ന മാർച്ച് 8. ഒരർത്ഥത്തിൽ സുധാമൂർത്തിയിലൂടെ ആ ദിവസം ആദരിക്കപ്പെടുകയായിരുന്നു എന്ന് വേണം പറയാൻ. നാരീശക്തിയുടെ യഥാർത്ഥ മൂർത്തി എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ സുധാമൂർത്തിയുടെ കരുത്തുണ്ട്, ജീവിത പോരാട്ടങ്ങളുണ്ട്. എല്ലാത്തരം വിവേചനങ്ങൾക്കുമെതിരെ അവർ ജീവിതം കൊണ്ടാണ് പൊരുതിയത്. പെണ്ണുങ്ങൾ ഉയർന്ന ഉദ്യോഗങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു മാറ്റി നിർത്തിയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് എഞ്ചിനീയറിംഗ് എന്ന ആ മേഖലയിലേക്ക് സുധാമൂർത്തി കടന്നു വരുന്നതും ആ മേഖലയിലെ ആദ്യത്തെ ഭാരതീയ വനിത എന്ന ബഹുമതി നേടുന്നതും. എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി അമേരിക്കയിൽ സ്കോളർഷിപ്പോടുകൂടി ഉന്നത പഠനത്തിന് അവസരം ലഭിച്ച അപൂർവം ഭാരതീയ വനിതകളിൽ ഒരാൾ കൂടിയാവുകയായിരുന്നു സുധാമൂർത്തി. കർണാടകയിലെ ഷിഗോൺ എന്ന ഗ്രാമത്തിൽ 1980 ഓഗസ്റ്റ് 19 ജനിച്ചത്. BVB കോളേജിൽ നിന്ന് BTech, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് സ്വർണ്ണ മെഡലോടെ MTech, ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനിയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറായ ആദ്യ വനിത. ഇങ്ങനെ ഒട്ടേറെ അംഗീകാരങ്ങളാണ് ഈ വനിതയെ തേടിയെത്തിയത്. ടെൽക്കോയിൽ വെച്ചാണ് NR നാരായണമൂർത്തിയെ പരിചയപ്പെടുന്നതും പിന്നീട് വിവാഹിതരായതും. നാരായണമൂർത്തി ഇൻഫോസിസിന്റെ ചക്രവർത്തി ആയതിന് പിന്നിലും സുധയുടെ കരുത്തുറ്റ പിന്തുണയാണ്. 1997 തുടക്കം കുറിച്ച ഇൻഫോസിസ് ഫൗണ്ടേഷനിലൂടെ സാമൂഹിക പ്രവർത്തനത്തിന് പുതിയ മേഖലകളാണ് സുധ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. നമ്മളോട് സമൂഹം കരുണ കാണിച്ചതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നും നമ്മുടെ ജീവിതം സമൂഹത്തിന് നന്മ ചെയ്യാനുള്ളതാണ് എന്നും അവർ എപ്പോഴും ഈ സമൂഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി PM കെയർ കാരുണ്യനിധിയുടെ ട്രസ്റ്റുമാരിൽ ഒരാളായി സുധാമൂർത്തി കടന്നുവരുന്നതും അങ്ങനെ തന്നെയാണ്. പാവപ്പെട്ടവരുടെ ഊരുകളിൽ, ഗ്രാമങ്ങളിൽ വായനശാലകളും ഗ്രന്ഥാലയങ്ങളും അവർ നിർമ്മിച്ചു. പൊതുകിണറുകളും ശൗചാലയങ്ങളും പണിത് നൽകി. എല്ലാവരും പഠിക്കണം എന്ന് ആഹ്വാനം ചെയ്തു. പള്ളിക്കൂടങ്ങളും ആശ്രമങ്ങളും നിർമ്മിച്ചു. പ്രളയബാധിത പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് വീടുകളും സുധാമൂർത്തി നിർമ്മിച്ചു നൽകി. പ്രളയത്തിൽ കേരളം വലഞ്ഞ സമയത്ത് കരുണയുടെ സുധയായി സുധാമൂർത്തി എത്തി എന്ന് തന്നെ വേണം പറയാൻ. ആ ഒരു യാത്രയിലാണ് അവർ ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്ത് പങ്കെടുത്തത്. പൊങ്കാലയെ അന്ന് സമത്വത്തിന്റെ മഹോത്സവം എന്നാണ് സുധാമൂർത്തി വിശേഷിപ്പിച്ചത്. മറ്റൊന്ന് പറഞ്ഞാൽ അമ്മക്കഥകൾ എഴുതിയ അമ്മയാണ് സുധാമൂർത്തി. ജീവിതത്തിന്റെ രഹസ്യപാഠങ്ങൾ എന്ന കുറിപ്പുകളിലൂടെ കണ്ടുമുട്ടിയവരെ അവർ ലോകത്തിന് പരിചയപ്പെടുത്തി. തിരികൊളുത്തു ഇരൾ മായട്ടെ എന്ന പുസ്തകം നിരാശയിൽ ഉഴലുന്നവർക്ക് വെളിച്ചം കാട്ടിയ പ്രകാശമായി. ലോകത്തിന്റെ ഏത് ഉന്നത പദവിയിലേക്കും സധൈര്യം കടന്നു ചെല്ലാനുള്ള യോഗ്യതയുടെ പേരാണ് സുധാമൂർത്തി. രാജ്യസഭാംഗമായി സുധ മാറുമ്പോൾ ഭാരതത്തിന്റെ അഭിമാനവും ഉയരുകയാണ്. ആറ്റുകാൽ പൊങ്കാലയിൽ വഴിവക്കിലിരുന്ന് കോടീശ്വരിയായ സുധാമൂർത്തി പൊങ്കാലയിട്ടു എന്നത് വളരെ കൗതുകത്തോടെ, അത്ഭുതത്തോടെ, അഭിമാനത്തോടെ കണ്ടവരുണ്ട്. ഇൻഫോസിസ് സ്ഥാപകന്റെ ഭാര്യയും ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സണും എഴുത്തുകാരിയുമായ സുധാമൂർത്തി പച്ചക്കറി വിൽക്കുന്നു എന്ന പേരിലുള്ള ഒരു ചിത്രം കുറച്ചുനാൾ മുമ്പ് വൈറലായിരുന്നു. ജയനഗറിലെ രാഘവേന്ദ്ര സ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് നിന്നുള്ള ഒരു ചിത്രമായിരുന്നു അത്. ക്ഷേത്രത്തിലെ രാഘവേന്ദ്ര ആരാധനോത്സവ ദിവസം എല്ലാ വർഷവും പുലർച്ചെ സുധാമൂർത്തി നേരിട്ടുള്ള സേവനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ എത്തി നേരിട്ട് അതിൽ പങ്കുകൊള്ളാറുണ്ട്. ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് സുധ അന്ന് അവിടെ ഇരുന്നത്. തന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആചാരമെന്നാണ് സുധ അതിനെ വിശേഷിപ്പിച്ചത്. ലോകത്തിലെ പരമോന്നത അംഗീകാരങ്ങളും അധികാരങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ശരിക്കും ഒരു സാധാരണ സ്ത്രീയായി ജീവിതം നയിക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് സുധാമൂർത്തി എന്ന ഈ മഹത് വനിത നേട്ടമായും ആ വനിതയുടെ പ്രത്യേകതയായും ക്വാളിറ്റിയായും ഒക്കെ പറയാനുള്ളത്. എന്തായാലും രാജ്യസഭാംഗമായി സുധാമൂർത്തി എത്തുന്നത് രാജ്യത്തിന് മാത്രമല്ല, രാജ്യത്തിലെ ഓരോ സ്ത്രീകൾക്കും അഭിമാനമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.